ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. കുറേ നാളത്തെ ദേവയുടെയും എൻ്റെയും ദേവയുടെ വീട്ടുകാരുടെയൊക്കെ ഒരു കാത്തിരിപ്പാണ് ഈ ഒരു ഡേ. പ്രത്യേകിച്ച് ചേട്ടൻ്റെ ഒരു കാത്തിരിപ്പായിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നും. ഞങ്ങളെല്ലാവരും ട്രിവാൻഡ്രത്തേക്കാണ് പോകുന്നത്. ആ യാത്രാ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. സാധാരണ ഈ ട്രിവാൻഡ്രത്തൊക്കെ പോകുന്ന ഈ യാത്ര, രാവിലെയുള്ള യാത്ര എനിക്കിഷ്ടമല്ല. കാരണം മിക്കപ്പോഴും എയർപോർട്ടിൽ പോകാനാണ് ഞാൻ ഇത്രയും വെളുപ്പിനെയൊക്കെ പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം കറക്റ്റ് 3:30-ക്കൊക്കെ എണീറ്റ് ഈ ഒരു യാത്ര ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആ രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഒരു ഇരുട്ട് മാറി വെളിച്ചമാവുന്ന ദൃശ്യവും ഒക്കെ പകർത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ടെക്നോ പാർക്കിൻ്റെയും ഇതുപോലെ ജിഞ്ചർ ഹോട്ടലിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ആ ഒരു രാവിലെ ആവുന്നൊരു ദൃശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്ക് SAP ഗ്രൗണ്ടിലാണ് പോകേണ്ടത്. കണ്ടോ ഗൈസ്, ലുലു മോളൊക്കെ രാവിലെയും ലൈറ്റൊക്കെ കത്തിച്ചിട്ട് കിടക്കുന്ന കണ്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ രാവിലെ. അത് നിങ്ങളെയും കൂടെ ഒക്കെ കാണിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഇതിനകത്ത് തന്നെ ഇട്ടത്. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പം ഇത് വിനോദ്, ദേവയുടെ അനിയനാണ്, ഞങ്ങളുടെ DVMലെ വി. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്താണ്. ദേവയുടെ ചേട്ടൻ്റെ പരേഡാണെന്ന്. സോ അതിനു വേണ്ടി വന്നതാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ സന്തോഷം തോന്നുന്നു, വേറൊന്നും പറയല്ല. പരേഡ് തീരും. ിന് വേണ്ടി ഞങ്ങൾ നെട്ടോട്ട് ഓടുകയാണ്. സീറ്റ് കിട്ടും, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സീറ്റ് വേണം ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്ന് ചേട്ടൻ്റെ പരേഡിന് വേണ്ടി വന്നേക്കാം. ട്രിവാൻഡ്രത്ത് സ്പെഷ്യൽ ആംഡ് പോലീസ് ഗ്രൗണ്ട്, SAP ഗ്രൗണ്ട്. രാവിലെ 3 മണിക്ക് എണീറ്റാ. എല്ലാവരും ഉണ്ട്. അമ്മ, അച്ഛൻ, മാമി, വിനോദിൻ്റെ അമ്മ, എല്ലാവരും ഉണ്ട്. അപ്പോൾ കുറേ നാളത്തെ ചേട്ടനെ അടിക്കാനായിട്ട് ഞങ്ങൾ കരിക്കും വെള്ളം ഞങ്ങൾ പാഴ്സൽ ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ പോലീസ് അതീവ തീവ്ര ചെക്കിംഗ് ആയിരുന്നു ഇതിനകത്ത്. കാരണം മുഖ്യമന്ത്രി വരുന്നുണ്ട്. ഇവരൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? വല്ല ബോംബോ വല്ലോ കൊണ്ടുവരാന്ന് കരുതി ഇത് ഫുള്ള് അഴിച്ചു പണിഞ്ഞു. രാവിലെ എണീറ്റിന്റെ ക്ഷീണമൊന്നുമില്ല. എനിക്ക് ക്ഷീണമുണ്ട്. ഞാൻ രാത്രി നല്ല ചിക്കനും നൂഡിൽസും ഒക്കെ കഴിച്ച് വയറ് ഫ്രൈഡ് റൈസ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുവാൻ. ദഹിച്ചത് പോലും ഇല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ഉറക്ക പീസിലാണ് വിളിച്ചുണർത്തിയത്. കുഴപ്പമൊന്നുമില്ല. വല്ലാത്ത ജേണിയാണ് ചേട്ടൻ്റെ. ഏകദേശം എത്ര വർഷത്തെയാ? 3 പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, ഓടെ പറയാമല്ലോ. ഏകദേശം ഒരു എത്ര ഇയറായി എന്നാ വന്നത്? 2019 വന്ന് അതിനുശേഷം കുറേ നാള് ചേട്ടൻ കുത്തിയിരുന്ന് പഠിച്ചിട്ട് കിട്ടിയതാ. ഹാർഡ് വർക്കിനെ കുറിച്ച് പറയാതിരിക്കാനായിട്ട് ഇങ്ങനെ ചെറിയ സിമ്പിൾ ആയിട്ടൊരു 5 സെക്കൻഡ് സംസാരിക്കാനുള്ളതല്ല. പക്ഷെ ഞാനൊന്ന് പറഞ്ഞതാ. അവന്റെ ജേർണി ഫുള്ളും എനിക്കറിയാം. അപ്പം ഞാനൊരു പ്രത്യേകം ഒരു ഡോക്യുമെന്ററി അവനെ കുറിച്ച് എടുക്കാനായിട്ടാണ് പ്ലാൻ. ഡോക്യുമെന്ററി അല്ല, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാ. സോ ഹാർഡ് വർക്ക് ചെയ്ത് ആ ഹാർഡ് വർക്കിന്റെ ഫലം ഇന്ന് കിട്ടും. വിനോദിനെ കണ്ടിട്ട് ആരാന്ന് മനസ്സിലാവുന്നില്ല. ചേട്ടന്റെ ഹാർഡ് വർക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല ഹാർഡ് വർക്ക്. ഞങ്ങൾ ഏകദേശം ഒരു 6:30 ആയപ്പം SAP ഗ്രൗണ്ടിൽ എത്തി ഗൈസ്. പിന്നെ അവിടുന്ന് സീറ്റൊക്കെ നോക്കി, കറക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന സീറ്റൊക്കെ നോക്കി ഇരുന്നു. വെയിലടിക്കരുത്, മഴ വന്നാൽ നമുക്ക് പറ്റരുത് എന്നുള്ള സീറ്റിലൊക്കെയാണ് ഇരുന്നത്. അപ്പോഴാണ് ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഒരാൾ കിടന്ന് ഓടുന്നത്. നമ്മൾ എവിടെ ചെന്നാലും ഇങ്ങനെ ഒരാളെ കാണും കേട്ടോ. അപ്പോൾ ഒരു പട്ടിക്കുട്ടി നോക്കുമ്പം ആ ഗ്രൗണ്ടിൽ പരേഡ് നടക്കേണ്ട ഗ്രൗണ്ടിൽ കയറി ഇരിക്കുക. അങ്ങനെ പോലീസുകാരെല്ലാം കുറേ നേരം അതിൻ്റെ പുറയിൽ ഓടിക്കാനൊക്കെ നോക്കി. അവൻ പോകുന്നില്ല, അവൻ അവിടെ ഇരിക്കുക, ഇതെൻ്റെ സ്ഥലമാണെന്നും പറഞ്ഞു. പക്ഷെ അവസാനം അവന് മനസ്സിലായി ഇപ്പോൾ ഇവർ പറയുന്നത് ശരിയാണ്, ഞാനിവിടെ എന്നാൽ ശരിയാവത്തില്ല എന്ന് തോന്നിക്കാണണം. അങ്ങനെ അവൻ പോയി. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു അവന്.
അപ്പൊ ഗൈസ് ഞങ്ങക്ക് പരേഡ് തുടങ്ങിയത് ഏകദേശം ഒരു 7:45 8 മണിയായപ്പോഴാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. മുഖ്യമന്ത്രി വരുന്ന ടൈമിലാണല്ലോ ഇത് തുടങ്ങുന്നത്. സോ ഗ്രൗണ്ട് ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അലങ്കരിച്ചിട്ടുള്ള ഇതെന്റെ സെക്കൻഡ് പരേഡാണ് ഗൈസ്. ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഇങ്ങനെ ഒരു പോലീസ് പരേഡിന് പോകുന്നത്. നേരത്തെ എൻ്റെ മാമൻ പോലീസായിരുന്നു. ആ ടൈമിൽ പോയി അന്ന് എനിക്ക് ബോധമില്ലാത്ത പ്രായമായിരുന്നു, ചെറിയ ആളായിരുന്നു ഞാൻ. ഇപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. കാരണം നമ്മളൊരാളുടെ സക്സസ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് രക്തബന്ധം വേണം എന്നില്ല ഒരാൾ നമ്മുടെ ചേട്ടനാവാനെന്നുള്ളതാണ്. സോ ഈ ഒരു എൻട്രി, ചേട്ടൻ്റെ ഈ ഒരു എൻട്രി, ആ ഒരു പരേഡിന് ആളുകൾ എല്ലാവരും ഈ വരുന്ന എല്ലാം 376 പേരുണ്ടായിരുന്നെങ്കിൽ അവരുടെ എല്ലാവരുടെയും ബന്ധുക്കളാണ് ഈ ഇരിക്കുന്നത്, അവരുടെ എല്ലാവരെയും ഇഷ്ടമുള്ള ആൾക്കാരാണ് ഈ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പം നമുക്കൊരു ആളെ നമ്മുടെ ചേട്ടനായിട്ട് കാണാൻ നമുക്ക് രക്തബന്ധത്തിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരാളാണ് ചേട്ടൻ. അപ്പോൾ അതുപോലെ തന്നെ ചേട്ടൻ്റെ ഈ ഒരു ഹാപ്പി മൊമെൻ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ ഒരു പരേഡ് കാണാൻ. നമ്മൾ അന്ന് എൻ്റെ മാമൻ്റെ പരേഡൊന്നും എനിക്ക് വലുതായിട്ട് ഓർമ്മയില്ല, പക്ഷേ എങ്കിലും ഇത് എന്നും ഞാൻ മറക്കാതെ കൊണ്ട് നടക്കും, അതെനിക്ക് ഉറപ്പാണ്. എന്തായാലും ചേട്ടന് ഭയങ്കര വലിയൊരു അഭിനന്ദനം ഞാൻ എൻ്റെ ഈ വ്ളോഗിലൂടെ പറഞ്ഞറിയിക്കുകയാണ്. നേരിട്ട് പറഞ്ഞു എങ്കിലും ഇതിലൂടെ. എന്തായാലും നിങ്ങളും പരേഡ് കാണും. വളരെ അടിപൊളി പരേഡായിരുന്നു കേട്ടോ. സൂപ്പർ പരേഡായിരുന്നു. ഭയങ്കര കോർഡിനേഷൻ ആയിരുന്നു എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. കേരള പോലീസ് കുടുംബമെന്ന ഒരേ വിചാരത്തിലേക്ക്, ഒരേ വികാരത്തിലേക്ക് ഇവിടെ ഒരു പുതു ചരിത്രം പിറക്കുന്നു. ഇന്നിവിടെ ആണ് ചേട്ടൻ തന്നെ എടുക്കാം, എന്നിട്ട് കാണിച്ചോ ചോദിക്കാം. അപ്പോൾ ഗൈസ് ഇനിയെന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ ഈ പോലീസുകാരെ എല്ലാവരെയും സല്യൂട്ട് ഏറ്റുവാങ്ങുന്ന ഒരു ടൈമാണ്. അപ്പം എനിക്ക് പക്ഷേ ഞാനിത് നേരത്തെ കണ്ട ഓർമ്മ എനിക്കില്ല. അന്ന് ഞാൻ മാമൻ്റെ പരേഡിനൊന്നും പോയപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടതായിട്ടുള്ള ഓർമ്മയൊന്നും എനിക്കില്ല. ആകപ്പാട് മാമൻ പരേഡ് ചെയ്യുന്നത് മാത്രം ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. കാരണം ഇത്രയും ആളുകളുടെ ആ ഒരു കോർഡിനേഷൻ, അവരുടെ കാല് വെക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും ഒരു പോയിൻ്റാണ് ആ തല പെട്ടെന്ന് തിരിയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ആ ഒരു കോർഡിനേഷൻ ഭയങ്കര പ്രാക്ടീസിൻ്റെ ഫലമാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് വളരെ അടിപൊളിയായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി സാറിനെ കാണാൻ പറ്റിയതും ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഈ 376 പേരുടെയും ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം, അവരുടെ ബന്ധുക്കൾ, 3000-ഓളം ആൾക്കാരുണ്ടായിരുന്നു അവിടെ, അവരുടെ എല്ലാവരുടെയും സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. നമുക്ക് അവിടെ ഇരുന്ന് അത് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം ചേട്ടൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയതിൽ. വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗം എന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി പോലീസ് സേനാംഗം എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. ഗൈസ്, അപ്പോൾ ഈ ഒരു പരേഡ് അടിപൊളിയായിരുന്നു. വീണ്ടും പറയുന്ന അടിപൊളിയായിരുന്നു. എൻ്റെ പല്ലിന് നല്ല വേദന ഉണ്ടായിരുന്ന ടൈമായിരുന്നു രാവിലെയൊക്കെ. പക്ഷേ എനിക്ക് ഈ പരേഡൊക്കെ കണ്ടപ്പോൾ ഞാനതൊക്കെ മതിമറന്നിരിക്കുമായിരുന്നു. അടിപൊളി കോർഡിനേഷൻ ആയിരുന്നു, അത്രയ്ക്ക് കോർഡിനേഷൻ ആയിരുന്നു. സോ ഹാപ്പി. പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള ഓരോ രംഗവും
നല്ല രീതിയിൽ മികവ് നേടുന്ന നിലയിലേക്ക് കേരള പോലീസ് എത്തിയിരിക്കുന്നു. അപ്പോൾ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ പോലീസിനെ സ്വീകരിക്കാൻ പരേഡ് സൂപ്പറായിരുന്നു കേട്ടോ, രക്ഷയില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെയൊക്കെ കണ്ടു. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട്. ആ വണ്ടിയൊക്കെ കണ്ടു ഞങ്ങള്, തൊട്ട് വന്ദിച്ചിട്ടൊക്കെ പോയി. സന്തോഷം ഗൈസ്. ആവുകയാണെങ്കിൽ മുഖ്യമന്ത്രി എങ്കിലും ആവണം ഗൈസ്, എന്നാലേ ഒരു ഇതുള്ളൂ നമുക്ക്, ഒരു വിലയുള്ള. എങ്ങനെ ഉണ്ടായിരുന്നു പറയുന്നു? അടിപൊളിയായിരുന്നു ഗൈസ്. ഭാഗ്യത്തിനൊന്നും മഴയില്ല, അത്യാവശ്യം വെയിലും ഇല്ല, എല്ലാം നല്ലൊരു ക്ലൈമറ്റ്. മഴ വരുമെന്നൊക്കെ വിചാരിച്ചേ, വെയിൽ വരുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വെയിൽ വന്നില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, അനുകൂലമായുള്ള ക്ലൈമറ്റ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം കഴിഞ്ഞു ഗൈസ്. പോവല്ലേ, ഇങ്ങോട്ട് വന്നേ. എന്നിട്ടും ഡി കമ്പനി ഏതാ, ആരുടെയാ? ഡി കമ്പനി. ഈ കമ്പനി ഇലക്ട്രിക് കമ്പനി. ഒന്നിന് പോകുന്നു. ഇതാ കമ്പനി. ഇതാണോ കമ്പനി? അതുകൊണ്ടാ ഈ കമ്പനി, ഡി കമ്പനി. വിഷ്ണുവിന്റെ പാസ്വേഡാ, പക്ഷെ വീഡിയോ മൊത്തം ഇതെന്തോ എഴുതിയേക്കണേ? ഇത് മൃദുഭാവേ ദൃഢകൃത്യ. ചേട്ടനോട് വെക്കേണ്ട അർത്ഥം എന്താന്നെ? വരുമ്പോ എടുത്താൽ ഞാൻ ചോദിക്കാം. ചേട്ടാ ചേട്ടാ ഇഷ്ടണ്ണ ഇതിന്റെ അർത്ഥം എന്തോ? എന്നാലും 9 മാസത്തെ ട്രെയിനിങ്ങില് എന്താണ് ഇതിന്റെ അർത്ഥം? പെട്ടെന്ന് കഴിച്ചോണ്ട് ടെൻഷൻ ആയതാ. ബ്രോ പ്രകൃതിയുടെ മകനായതുകൊണ്ട് ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ പ്രൊഡ്യൂസറാണ് കുണ്ടമ്മയെന്ന് പറയാം. അത് ഡോക്ടർ അബ്ദുൽ കലാം. അത്ഭുതം. ഷെഡിയൊക്കെ എടുത്ത് വയ്ക്കുന്നു. അങ്ങോട്ട് കാണിച്ചു. നിന്റെ കൈയക്ഷരാണല്ലോ. ഇവിടെ ചേട്ടനെ വിളിക്കാൻ വന്ന് ആശുപത്രി കിടക്കെ കിടക്കുന്ന പോലെ നമ്മുടെ ഇവിടെ പോലീസിന്റെ ക്യാമ്പിനകത്ത് കിടക്കുന്നു. നല്ല സുഖമുണ്ട് കഴിച്ചു. ഇന്ന് ചൂടില്ലാത്തോണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ പെട്ടേനെ.
ഞങ്ങളുടെ പഴയ വീട് ഇതുപോലത്തെ ഒരു പെരയായിരുന്നു. നല്ല സ്ഥലം കേട്ടോ, ഭയങ്കര ബഹളം. കാവലിന് ചുറ്റും പോലീസുകാരുണ്ട്. അതാ കാവലിന് ചുറ്റും പോലീസുകാരാ. ഇത് ഗൈസ്, അപ്പം ചേട്ടനെ വിളിക്കാൻ വന്ന വ്ളോഗ് ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ, നേരത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പരേഡിലുള്ള ചേട്ടനാണെന്ന് വിചാരിച്ച് ഞാൻ എടുത്ത വീഡിയോ ചേട്ടനല്ല, അത് ചേട്ടന്റെ മുഖസാദൃശ്യമുള്ള വേറെ ആരുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ എല്ലാം കഴിഞ്ഞ്. ദേവിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പിയാണോ? ബൈ. കൊക്ക് ദാണ്ടേ കൊക്ക്. ഓ, ഞങ്ങൾ രണ്ടും ഒരു വേവ് ലെങ്ത് ആണ്. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ട്രിവാൻഡ്രം മ്യൂസിയം ആൻഡ് സൂവിൽ സൂവിനകത്താണുള്ളത്. അച്ഛനൊന്നും സൂ കാണാൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സൂവിലൊക്കെ കയറിയിട്ടൊന്ന് പോകാം. കാരണം 12 മണിയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ 4 മണിക്ക് വന്നതാണല്ലോ, ഇറങ്ങിയതാണല്ലോ. അപ്പോൾ 6 മണിക്ക് ഇവിടെ വന്ന് പരേഡൊക്കെ ഏകദേശം 10 മണിക്ക് മുമ്പേ തീർന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു സൂ ഒക്കെ കണ്ടിട്ട് പോകാം. പിന്നെ ചേട്ടൻ നമ്മുടെ ഇവിടെ വരാൻ പറ്റിയില്ല, കാരണം ചേട്ടന് വൈകിട്ടേ വിടത്തുള്ളൂ. സോ ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് നമ്മളോട് പോകാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഈ സൂ കാണുന്ന വലിയ താല്പര്യമുള്ള ആളല്ല, ഈ ആനിമൽസിനെ ഇങ്ങനെ കൺഫൈൻമെൻറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ ഹാപ്പിനെസ് ആണല്ലോ വലുത്, നമുക്ക് ചുറ്റിനും ഉള്ളവരുടെ ഹാപ്പിനെസ് വലുതായതുകൊണ്ട് ഞാനും കയറി. ഇപ്പം നോക്ക് ഗൈസ്, ഉറക്കം തന്നെ ഉറക്കം. നീ ആദ്യമായിട്ടാണോ സ്കൂളിൽ? ഞാൻ 2ാമത്തെ വട്ടമായിരുന്നു. സ്കൂളിൽ 10ാം ക്ലാസ്സിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട്. അതിനു മുമ്പ് വീട്ടിലായിരുന്നു. ഗൈസ്, ഇത് ജയാൻഡി ദേവയുടെ കുഞ്ഞമ്മ. ഓ, ഈ കുരങ്ങനാവും കേട്ടോ. മോഹം കണ്ട അറിയാം, മോഹം കണ്ട ഊടായിപ്പാന്നറിയാം. ഫുള്ള് ഉറക്കം തന്നെ, ഉറക്കം തന്നെ. ബംഗാൾ കുരങ്ങ്. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ തോണ്ടുവാണത്. നല്ല നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ഇവന് ഇൻസ്റ്റ ഐ ഡി M2 സേവ് ചെയ്ത് ആരും മെസ്സേജ് അയക്കരുത്. ചുമ്മാട്ടോ ചേച്ചി അങ്ങനെയൊക്കെ പറയാം കേട്ടോ. സ്നേഹം കൊണ്ടാ, വേറൊന്നും കൊണ്ടില്ല. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. ഗൈസ്, ഹൈനെ കാണാം. ഹൈന ഇതെന്താണ്? 5 ഇലകളുണ്ടോ? ചുമ്മാല്ലേ പറഞ്ഞ 10 ഇലകളുണ്ടെന്ന്. അങ്ങനെ പാമ്പിനെ വരെ കണ്ടു ഞങ്ങള്. പാമ്പ്, എന്താ, കടുവ, സിംഹം, സിംഹി എല്ലാത്തിനെയും കണ്ടു. ഞാൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സൂല് വരുന്നത്. ഞാൻ പിന്നെ ഒരു എന്താണ് എന്തായിരുന്നു അതിന്റെ പേര്? ഹയന ഒളിച്ചിരിക്കുന്നത് കാണാൻ പറ്റില്ല, പിന്നെ അനാക്കോണ്ടെ കണ്ടു. അങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടു. പക്ഷെ എനിക്ക് സൂവിനോട് വലിയ താല്പര്യമില്ല ഗൈസ്. നാഷണൽ പാർക്കൊക്കെ ആണെങ്കിൽ പിന്നെയും കൊണ്ടുപോകാം. പിന്നെ സിംഹത്തിനെയൊക്കെ കൂട്ടിയിട്ട് കാണുമ്പോൾ ഒരു സങ്കടം. അല്ല, നമുക്ക് വീട്ടിൽ കൊണ്ടു. അല്ല, അതിനെ കാട്ടി കാണുന്ന തന്നെ സന്തോഷം.